ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞങ്ങളിന്നൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്, ഒരു കല്യാണത്തിന് വേണ്ടി. ശങ്കരൻ കോയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു 3.5 hours ട്രാവൽ ഉണ്ട്. വണ്ടി ഓടിക്കുന്നത് ധനു ആണ്. ചേട്ടൻ ഇവിടെ ഇല്ലാത്തത് കാരണം ധനു ആണ് വണ്ടി ഓടിക്കുന്നത്. പോണത് ആരൊക്കെയെന്ന് വെച്ചാൽ അമ്മ, അവിടെ തണുപ്പ് കൊണ്ട് അമ്മയ്ക്ക് വയ്യ കേട്ടോ, അസുഖമില്ല. അത് കാരണം പനിയാണെങ്കിലും എണീറ്റ് കല്യാണത്തിന് കല്യാണം വെച്ച് നാളെയാണ് കല്യാണം. നാളെ നമുക്ക് നാട്ടിൽ 2 കല്യാണം കൂടേണ്ടതുണ്ട്. അത് കാരണം അമ്മയുടെ ഡിഒയുടെ മകന്റെ കല്യാണമാണ്. അമ്മ LIC ഏജന്റാണ്. അപ്പം അമ്മയുടെ DO ആ സാറിന്റെ മകന്റെ കല്യാണമാണ് നാളെ. അപ്പം നമുക്ക് നാളെ ഇത്രയും ദൂരം ഒന്നും പോകാൻ പറ്റില്ല, മറ്റന്നാൾ ഓണം ആയില്ലേ. അപ്പം അത് കാരണം നമ്മൾ ഇന്നൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് വിഷ്ണു ഉറങ്ങിയ വിഷ്ണു ഹായ് പറയടാ. വിഷ്ണു ഹായ് പറ. അമ്മമ്മ 4-5 ദിവസം കൊണ്ട് പനിയായിരുന്നു അമ്മയ്ക്ക്. എന്നാലും ഇന്ന് പോയേ തീരും എന്നുള്ള രീതിയിൽ അമ്മ തിരിച്ചിരിക്കുകയാണ്. പോണ വഴികളും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുക്കുകയാണ്. വളരെ ദൂരം, 8 മണിക്കൂർ യാത്ര. അത് ടു ആൻഡ് ഫ്രോ 8 മണിക്കൂർ. ഞാനിതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് സാറിന്റെ വീട്ടില്. മോളെ കല്യാണത്തിന് പോകാൻ സാധിക്കാത്തോണ്ട് ഇത് പോയേ തീരും. അമ്മ കുറച്ച് ലൗഡാ പറഞ്ഞ, മൈക്ക് വെച്ചിട്ടില്ല, ലൗഡാ പറഞ്ഞ. അതന്നെ, ഇതെനിക്ക് പോയേ തീരൂ എന്നുള്ളത് കൊണ്ട് പോവാണ്. സാറിന് ഞങ്ങളുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്കെല്ലാം സാറും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേ ഇത് പോയേ തീരൂ എന്നുള്ളത് കൊണ്ട് പോകണല്ല, സുഖമായിട്ട് പോവുകയല്ല. ഞങ്ങൾ അങ്ങനെ ഒരു 12 മണി, അതെ 12-12:30 പയ്യൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്നൊരു കോഫിയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. കാരണം ഒത്തിരി ദൂരം നമുക്ക് തിരിച്ചു വരണ്ടേ. അത് കാരണം കൂടുതൽ നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങി. അവരും അതേ ബിസിയായിരുന്നു. അവർക്കന്ന് വൈകുന്നേരം 4 മണി മുതൽ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിനി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിയിൽ പിള്ളേർക്ക് വയറ് വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ ടൗണിൽ നിന്ന് പാമിര ഹോട്ടലിൽ കയറിയിട്ട് നല്ലതായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്നു. പക്ഷേ അവിടുത്തെ ആഹാരം എന്തോ അത്ര കോളില്ല. തിരുനെൽവേലിയിൽ പൊതുവേ ഫുഡ് നല്ലതാണ് കേട്ടോ, എല്ലാ ഹോട്ടലും നന്നായിരിക്കും. എന്തോ ഈ പാമിര ഹോട്ടലിൽ കയറിയപ്പോൾ നമുക്കത്ര ബിരിയാണിയൊന്നും അത്ര നന്നായിട്ട് ബോധിച്ചില്ല. എങ്കിലും ഓക്കെ, എല്ലാവരും വയറ് വീർത്ത് ഇറങ്ങി. പോയി നീ എവിടെ പോയത്? പാർക്കിൽ. ഈ വെയിലത്തൊന്നും കളിക്കാന്ന് പറ്റൂല. വാ, എന്തിനാന്ന് പറ. എന്തോന്നു അവിടെ പാർക്കിൽ? ഇപ്പൊ വേണ്ട, കാരണം നമുക്ക് വീട്ടിൽ പോയി ഇന്നും കിടക്കണം. നമുക്ക് 1.5 മണി നേരം ഇന്നും ട്രാവൽ. നോക്കാം. വിഷ്ണു എവിടെ പോണം? നമ്മൾ ആഹാരം കഴിച്ച് വെളിയിലിറങ്ങി. ഓക്കെ, പക്ഷേ ബിരിയാണിന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ നല്ല പീസ ഇതിൻ്റെ പ്രാണിൻ്റെ നമ്പറെല്ലാം നിറയെ ഉണ്ടാവും. അങ്ങനെയല്ലേ, 3 കൊണ്ട് 4 പീസ് അവരോട് പറഞ്ഞു വളരെ കുറവാണ്. ക്വാണ്ടിറ്റിയൊക്കെ ഓക്കെ, പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് പീസെല്ലാം വളരെ കുറവ്. പിന്നെ നമ്മളിത് പറഞ്ഞ കാരണം അവർ നമുക്ക് എഗ്ഗ് ബിരിയാണിയുടെ റേറ്റാണ് ഇട്ടത്. ഇവിടെ എഗ്ഗ് ബിരിയാണി 160 തന്നെയാണ്. ചെന്നൈയിൽ കറക്റ്റാണ് ഓർമ്മയില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മളിതാ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോവാണ്. അങ്ങനെയല്ലടാ, കുറെ നേരം കൊണ്ട് ഞാൻ വീഡിയോ പിടിക്കുകയായിരുന്നു, പക്ഷെ അത് ഓൺ ചെയ്യാതെയാണ് വീഡിയോ പിടിച്ചത്. നല്ല വെയിൽ കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്താണ്. ഞങ്ങൾ ഐസ്ക്രീം കുടിച്ചു, എന്നിട്ട് കുറേ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി അങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ടു. കുറേ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ ഓൺ ചെയ്യാതെ പിടിക്കുകയായിരുന്നു. ക്ലൗഡ്സും വെയിലും എല്ലാം കൂടെ ചേർന്നൊരു ഭംഗി. നമ്മളെ നാട് പോലെ വരുമാ വേറെ എവിടേക്കില്ല അല്ലേ? നമുക്ക് ചെന്നൈയിൽ ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ ഒന്നുമില്ല. എല്ലാം കുറെ ബിൽഡിങ്സും കുറെ മാൾസും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മിസ് ചെയ്തുകൊണ്ട് ഇരുന്നത് പണ്ട്. ഇപ്പം വി ആർ എൻജോയിങ് ദിസ്.
സൂക്ഷിച്ചു പോമനെ. അതും ആ വീട് പോയണ ഇല്ല, അത് ചെങ്കൽ ചൂള അല്ലേ? ഓ ഇങ്ങനെയാണ് സംഭവം. உன்னோட வயிறா என்னோட வயிறா? இந்த வயிறு, சோனோட வயிறு, இந்த வயிறு. ஓவரா சாப்பிட்டா இந்த மாதிரி தான் லூஸ் மாதிரி கேள்வி கேட்க தோணும்னு சொன்னாங்க. கீரை போட்டு கஷ்டம் சொன்னதான் അവിടെ അമ്മയും അവിടെ എന്തോന്ന് ആ കാറിൽ അത്രയും മിച്ചർ ആക്കല്ലേ. പിന്നെ എറുമ്പ് നാളെ പോയിട്ട് സൂപ്പർ. നമ്മൾ അന്ന് തിരുച്ചെന്തൂർ പോയപ്പോഴും കൊറേ ഒക്കെ എടുത്തു, പക്ഷെ ഇങ്ങനെ അന്ന് കുറച്ച് മഴയായിരുന്നു. നാടിന്റെ ഭംഗി കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വരണം. തൃപ്പരപ്പ്, കന്യാകുമാരി, തിരുച്ചെന്തൂർ അങ്ങനെ പോണ വഴികളൊക്കെ ഒരു 10 വർഷத்துக்குள்ள வரணும். அதுக்கப்புறம் வந்தீங்கன்னா எதுவும் பார்க்க ഒന്നും ഇരിക്കൂല. അതാണ് അവൻ പറഞ്ഞത്. മനസ്സിലായോ എന്ന് അറിയില്ല. മലയാളി ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അവൻ പറഞ്ഞത് വരികയാണെങ്കിൽ 10 വർഷത്തിനുള്ളിൽ വരണം. കാരണം ഇവിടെയുള്ള മലയും കുന്നും ഒക്കെ ഇവിടെ എല്ലാം വെട്ടി എന്തോന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം കഴിയുമ്പോൾ സൂപ്പറായിരുന്നു ആർച്ച്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. അത് അങ്ങോട്ട് പോണ കൊമ്പെല്ലാം ഒരു വെട്ടിവിടുകയാണ്. അങ്ങോട്ട് പോണ കൊമ്പിനെയൊക്കെ ഒരു വെട്ടിവിടുമ്പോ ഇത് ഇങ്ങോട്ടുള്ളത് മാത്രം ഒരു ആർച്ച് പോലെ കാണും. ബാക്കിലെ കറമുറി സൗണ്ട് വന്ന് വേറെ ഒന്നുമില്ല. അമ്മൂമ്മയും അവളും കൂടെ കഴിച്ചുകൊണ്ടിരിക്കണം. ഉല്ലാസപ്പാണം താ. അവിടെ എറുമ്പ് വരരുത്, അത്രേ ഉള്ളൂ. പോയിട്ടൊക്കെ തുളച്ച് പറക്കിടി എന്റെ മോള് കളയണ എന്നെ. ഇതിനാണ് നീ സൺ കിസസ് എന്ന് പറഞ്ഞല്ലേ? ഇതാണ് സൺകിസ്റ്റ്. நீ எவ்வளவுதான் காமிச்சாலும் போன்ல இந்த அழகெல்லாம் தெரியாது. നെൽപ്പാടം, താമരക്കുളം, വയല്, ഇതെല്ലാം ഇവിടെ ഒത്തിച്ച് കാണാം. താമരപ്പൂവിന്റെ സീസൺ ആണല്ലേ ഇപ്പൊ. നമ്മളെ വീട്ടിൽ ഒരു പൂ ഉണ്ടെന്ന് തോന്നുന്നു. കാറ്റാടി മരം, വയല്, ആട്ടിൻകൂട്ടം. ഹായ്. എന്തടാ ഗിയർ അവൻ മാറ്റി പിടിച്ചത്. ക്ലച്ച് പിടിക്കാതെ ഗിയർ പിടിച്ചിരിക്കും തന്നെടാ. അവിടെ വെച്ചിக்கலாம். ബഫലോവാ? Wow, buffaloes! Wow, Indian buffaloes! Oh my god! പണ്ട് പറയും കാലവാഹന സോദരി രാഗം. കേട്ടിട്ടുണ്ടോ? കാലവാഹന സോദരി രാഗം. ഇത് ഏതോ ഒരു സിനിമയിലാണോ അത് അച്ഛന്റെ വായിന്നാണോ കേട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതായത് പാട്ട്, അതായത് രാഗം, അത് കാലവാഹന സോദരി രാഗം എന്ന് പറയും. അതാണ് എരുമയുടെ രാഗം. കാലന്റെ വാഹനമായ കിടാവിന്റെ സോദരി ആര്? എരുമ. എരുമയുടെ രാഗം. എരുമ എങ്ങനെ വിളിക്കുമ്മ? എരുമ എങ്ങനെ കരയും വിഷ്ണു? அப்படி கத்தாது. விஷ்ணு கொஞ்சம் பேச. அதான் பேசு. இல்ல நீ பாட்டு பாடு. இந்த மின்னல் வேளான்னு ஒரு பாட்டு பாடு. போடா. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിഞ്ഞ. ഇതാണ് இந்த மாதிரி. அல்லல மின்னல் வேளா அந்த லைன் பாடு. മിന്നൽ വാല കയ്യിലിട്ട പെണ്ണഴകേ. അവള് നന്നാ പാടുന്നുണ്ട്. இதுதான் எருமை கத்தம். നീ സംസാരിക്കണാണ് എരുമ കത്തണത്. അത് നാനേ ഒത്തുപ്പേൻ. നീ മുക്കി പാടുവേ.
പാല് നിറയെ വാങ്ങിച്ച് വെച്ചിരുന്നു. എനിക്ക് അവിടെ ഉണ്ട് 1 ലിറ്റർ പാല് ഇന്ന് വൈകുന്നേരം കിട്ടാൻ. എനിക്ക് ഇനിയിപ്പോ വേണ്ട. काटी जाए ना तेरा ये ख्याल दिन रहने आता है साहिबा समंदर मेरी आहूं में मेरे तुम आते आते जाना केरी आहूं में मेरे जा 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 அங்க போட்ட ஏய் அம்மா சூப்பர்மா കൺട്രോൾ എനിക്കപ്പോ ഓട്ടിക്കാൻ അറിയാം. തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെ ധനു എന്നോട് ചോദിച്ചു, അമ്മ വണ്ടി ഓടിക്കണുണ്ടോയെന്ന്. അപ്പോൾ ശരി, കിട്ടിയ ചാൻസ് അല്ലേ എന്ന് പറഞ്ഞ് ഞാനും ഓട്ടിച്ചു. പക്ഷേ 2 ഡ്രൈവർ വണ്ടി കാറിനകത്ത് എല്ലാവരും ഡ്രൈവേഴ്സ് ആണെങ്കിൽ നമ്മൾ തുടക്കക്കാർക്ക് കുറച്ച് പ്രയാസമാണല്ലോ. അവരിങ്ങനെ വർത്തമാനം പതുക്കെ 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 ഇങ്ങനെ പറഞ്ഞ് എനിക്കൊരു പേടിയൊന്നുമില്ലായിരുന്നു. എങ്കിലും അമ്മ ബാക്കിലിരുന്ന്, പിന്നെ മോൻ അങ്ങനെ കുഴപ്പമില്ല, അവർ സപ്പോർട്ടാണ്. അങ്ങനെ ഞാൻ ഒരു കുറച്ച് ദൂരം, ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ വീടെത്തിച്ചു. ഞാൻ നാഗർകോവിൽ കഴിഞ്ഞിട്ട് തടിക്കാരൻകോണം മുതൽ വീട് വരെ ഞാൻ തന്നെയാണ് എന്നെ ഓട്ടിച്ചത്. എത്തിയെന്ന് നോക്കണം അവിടെ എവിടെ പോകണം. ടേണിങ് ആകുമ്പോൾ വണ്ടി ഭയങ്കര മോശം. ഞാനേ നോക്കണം, ഞാൻ എവിടെ നോക്കണം. ആ സൈഡ് ടേണിങ്ങും കാണാം. இந்த மாதிரி ஒத்த கார்ல கை எடுக்கிறது அதெல்லாம் வச்சுக்காதீங்க. പറഞ്ഞില്ലേ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ. ആ സൈഡൊക്കെ എനിക്ക് മനസ്സിലാവും. മക്കളെ ഇവിടെ തിന്ന് നീ വാങ്ങിയിടടാ. അത് പേടി നോക്കടാ, ഞാൻ കറക്റ്റല്ലേ ഓട്ടിക്കുന്നത്. അങ്ങനെയല്ല போறீங்க கொஞ்சம் லூசன்ஸ் இருக்கு. ഇപ്പൊ തേർഡില് தான் போட்டு போயிருக்கு. തേർഡ് തന്നെ 55 ആയിക്കില്ലേ? തേർഡില് 55 അടിക്കാനുള്ളത് തന്നെ இங்க கண்ட்ரோலா இருக்கணும். നമ്മളങ്ങനെ വീടെത്തി കേട്ടോ. മണി എത്ര? മണി 5:50 ആയി. അങ്ങനെ വീടെത്തി. കുറച്ച് ദൂരം വണ്ടി ഓടിക്കാൻ ധനു എനിക്ക് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നിത്ര തന്നെയാണ്. നമുക്ക് അടുത്ത വീണ്ടും വേറൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.